അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിൽ നിന്ന് കുട്ടിക്കലാശം 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 57 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വോട്ടെടുപ്പിന് നീങ്ങുന്നത്. ജൂൺ 4-ാം തീയതിയാണ് രാജ്യം കാത്തിരിക്കുന്ന വോട്ടെണ്ണൽ. വിധി തീരുമാനിക്കുന്ന ദിവസം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ദിനമാണ് ജൂൺ 4. അന്നാണ് നമ്മൾ പൊളിക്കുന്നതും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, പറയൂ ഈ അവസാനഘട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ വിശദാംശങ്ങൾ. ഈ അവസാനഘട്ട പോരാട്ടം നടക്കുന്ന 57 മണ്ഡലങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. അറിയാവുന്നതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം 2024 18-ാം ലോക്സഭ എങ്ങനെ രൂപീകരിക്കപ്പെടും എന്ന് നിശ്ചയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മത്സരം ഇതൊക്കെയാണ് ഈ 7-ാം ഘട്ടം എന്നുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ജനവിധി തേടുന്നത് ഈ ഘട്ടത്തിലാണ് എന്നത് മറ്റൊരു പ്രത്യേകത. അങ്ങനെ രാജ്യത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതും ഇന്നത്തെ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കണക്കുകൂട്ടലുകൾ വിശകലനം ചെയ്തതിന് ശേഷമാണ് ഈ അവസാന ദിവസത്തെ പ്രചരണ പരിപാടികൾ തയ്യാറാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പ്രത്യേകിച്ച് അവരുടെ ശക്തി മണ്ഡലങ്ങളിൽ അവർ പ്രതീക്ഷിച്ച പോലെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിട്ട് ഉള്ളത്. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ മറ്റൊരു വശത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസാന ദിവസം വളരെ ശക്തമായിട്ടുള്ള പ്രചരണം, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കളത്തിലിറങ്ങി ഉള്ള ഒരു പ്രചരണമായിരിക്കും നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇന്ന് കളത്തിൽ BJPക്ക് വേണ്ടി ഉണ്ടാകും, കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരാകും ഉണ്ടാവുക. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയ ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണ് മഹാത്മാഗാന്ധിയെ എല്ലാവരും അറിഞ്ഞത് എന്നതടക്കമുള്ള പരാമർശത്തിനെതിരെ കോൺഗ്രസ് ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ഒപ്പം മഹാത്മാഗാന്ധി വിവേകാനന്ദ പാറയിൽ നാളെ മുതൽ പ്രധാനമന്ത്രി നടത്തുന്ന ഈ ധ്യാനത്തിനെതിരെയും കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയും ചെയ്തിട്ടുണ്ട്. BJPയും വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രചരണ രംഗത്ത് നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.